1500 നബിദിനം വന്ന വലിയൊരു പ്രത്യേകത ഒന്ന്. രണ്ട്, സംസ്ഥയുടെ സമ്മേളനം നടക്കുകയാണല്ലോ 100. ആ 100 എന്ന നമ്പറിന് പ്രത്യേകത ഉണ്ട്. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, പിന്നെ നിങ്ങൾ ഇവിടെ ഈ സ്ഥലം തിരഞ്ഞെടുക്കാൻ, ജാഥ നടക്കാൻ ഈ സ്ഥലം തിരഞ്ഞെടുക്കാൻ എന്താ കാരണം? നബിദിന സമ്മേളനങ്ങൾ പിന്നെ മൊയ്തീൻ പള്ളിയുടെ നേതൃത്വത്തിൽ നടന്നു. മൊയ്തീൻ പള്ളി എന്ന് പേരിട്ടാൻ എന്താ കാരണം? റാഷി പറ. ഷാദിലി പള്ളി എന്ന് പേര് വന്നത് എന്തുകൊണ്ടാ? ഷാദിലി ഇമാം. അതെ. മാഷെ, നമ്മൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് റബീ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥയുടെ ഒക്കെ നേതൃത്വത്തിൽ ഒരു വലിയൊരു നബിദിന റാലി നടക്കുകയുണ്ടായി. സത്യം പറഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ ചില ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന നിർദ്ദേശമൊക്കെ നമുക്ക് കിട്ടുമ്പോൾ, പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് അതൊരു അത്ര തന്നെ അതിന് പരസ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറിയ തരത്തിൽ കോഴിക്കോട്ടും പരിസര പ്രദേശങ്ങളിലുള്ള സംഘടനാ ചാലിലൂടെ അങ്ങനെ വിപുലമായിട്ടുള്ള പ്രചാരണങ്ങളൊന്നുമില്ല. പക്ഷേ ഈ റാലി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കോഴിക്കോട്ടൊക്കെ നേരത്തെ അറേഞ്ച് ചെയ്തിട്ട് വലിയ സമ്മേളനങ്ങൾക്കുള്ള റാലി പോലെയുള്ള വലിയൊരു നബിദിന റാലി ആ ഒരു രീതിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നു. ശരിക്കും അതിൻ്റെ കൺവീനർ എന്നുള്ള നിലക്ക്, അതിൻ്റെ സംഘാടകർ എന്നുള്ള നിലക്ക് അത് ഈ സംഘാടനത്തിനിടയിൽ നിങ്ങളൊക്കെ അത് പ്രതീക്ഷിച്ചിട്ടുണ്ടാകും സാധനം? നമ്മുടെ ആ നബിദിന റാലി ഒരു വലിയൊരു സംഭവം തന്നെയായി. നമ്മളത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അങ്ങനത്തെ ഒരുക്കങ്ങൾ നടത്തിയിട്ടില്ലല്ലോ. അതിപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത് തന്നെ ഏകദേശം ഒരാഴ്ച 10 ദിവസം മറ്റായിട്ടുള്ളൂ ഇങ്ങനെ പരിപാടി നടത്തുന്നതിനെക്കുറിച്ച്. കാരണം ഈ പ്രാവശ്യത്തെ നബിദിനത്തിന് വലിയ പ്രത്യേകത ഉണ്ടല്ലോ. അതായത് 1500ാമത് നബിദിന ഒരു വലിയ പ്രത്യേകതയാണ്. കാരണം നമ്മുടെ ജീവിത കാലഘട്ടത്തിനിടയിൽ 1500 ആ ഒരു നമ്പറിന് പ്രത്യേകത ഉണ്ടല്ലോ. നമ്പറിന് പ്രത്യേകത ഉണ്ട്. ഇനി ഒരു 1600 ഒരു നമ്പറിൽ പ്രത്യേകത ഉണ്ടാവുക. നമ്മളൊന്നും ഉണ്ടാവില്ലല്ലോ. നമുക്കൊപ്പം ഇനി എത്ര കാലം ദീർഘായുസുണ്ട് എന്നൊന്നും പറയാൻ വയ്യ. എന്തായാലും 100 കൊല്ലം എന്തായാലും ഉണ്ടാവില്ല എന്നുള്ളത് ആരും ജീവിക്കില്ല ഉള്ള ഉറപ്പാ. അപ്പോൾ ഈ 1500 നബിദിനം എന്ന വലിയൊരു പ്രത്യേകത ഒന്ന്. രണ്ട്, സംസ്ഥയുടെ സമ്മേളനം നടക്കുകയാണല്ലോ 100. ആ 100 എന്ന നമ്പറിന് പ്രത്യേകത ഉണ്ടല്ലോ. 100 എന്ന നമ്പറിന് പ്രത്യേകത ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇനി 200 ആണ് ഇനിയൊരു പ്രത്യേകതയുള്ള നമ്പർ നമ്മൾ പറയാം. ആ 200ാം സംസ്ഥയുടെ വാർഷിക സമ്മേളനം നമ്മളെന്തായാലും ഉണ്ടാവില്ല എന്ന് ഉറപ്പല്ലേ. ഈ പ്രേക്ഷകരായ ആളുകൾ ഉണ്ടാവില്ല, ആരും ഉണ്ടാവും. ഇപ്പോഴുള്ള ആളുകൾ 100 വർഷത്തിലധികം ഒക്കെ ജീവിക്കാൻ അപ്പോൾ ഇത് രണ്ട് പ്രത്യേകതയും ഒത്തിണങ്ങിയ ഒരു വിശുദ്ധ റബീഉൽ അവ്വലാണിത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ആലോചിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ. നമ്മുടെ സമസ്ത സമ്മേളനത്തിൻ്റെ പിന്നെ ശ്വാസം ഉണ്ടാക്കി ജില്ലാ കമ്മിറ്റിയുടെ. അപ്പോൾ അതിന് ഒരു നബിദിനം കഴിക്കണം എന്ന് തീരുമാനിച്ചു എന്നല്ലാതെ ഇങ്ങനെ കോഴിക്കോട് പരിപാടിയൊക്കെ അന്നൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു ചർച്ചയിലേക്ക് നമ്മൾ പോയപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ വെക്കുന്നതിനെ കുറിച്ച് കൊണ്ട് ചർച്ച ചെയ്തപ്പോൾ നമുക്ക് ഇത്രയൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. എന്ത് പറഞ്ഞാലും ഉള്ളത് പറയാലോ. ഈ ഒരു പിന്നെ റാലിക്ക് മറ്റൊരു കോഴിക്കോടിൻ്റെ ഒരു പാരമ്പര്യവും പിന്നെ ഇത് നമ്മൾ നടത്തുമ്പം തന്നെ ഈ റാലി നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കാണികളായിട്ടുള്ള ആളുകൾ കുറേ നമ്മുടെ ജാതിയിലേക്ക് കയറുകയാണ്. ഇന്നലെ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞത് ഒരുപാട് തങ്ങന്മാരുടെ ഒരു സാന്നിധ്യം ആ റാലിയുടെ മുൻനിര നമ്മൾ കാണുമ്പോൾ. ഇന്നലെ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞത് അവരൊക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ മാത്രം, അവരെ നാട്ടുകാരനാണ്, ഞങ്ങൾ മാത്രം ഇങ്ങനെ മാറി നിൽക്കുന്നതിലൊരു എന്താ അർത്ഥം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഈ റാലിയിലേക്ക് അവർ കയറി വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ ഈ ആളുകൾക്കിടയിലേക്ക് ആളുകൾക്ക് ഇതൊരു കൗതുകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ കുറച്ച് ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ എടുത്തപ്പോൾ അവർ ഒരു കൗതുകം പോലെ ഈ കോഴിക്കോട്ടങ്ങാടിയിൽ ഇത്തരം ഒരു നബിദിന റാലി സമസ്തയുടെ ഒരു സാധാരണഗതിയിൽ മദ്രസയിൽ അന്നേ ദിവസം ഒരു പരിപാടി നടക്കും, റാലി നടക്കും. അത് കഴിഞ്ഞാൽ കോഴിക്കോട്ടങ്ങാടിയിൽ ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു റാലി നടക്കുക എന്ന് പറയുമ്പോൾ അതിന് ഒരു എന്തെങ്കിലും ഒരു പ്രത്യേകത നമ്മൾ കണ്ടോ? ഇതുപോലൊരു റാലി ഞാൻ ഏകദേശം ഒരു 40 കൊല്ലമായി കോഴിക്കോട് ടൗണുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു വ്യക്തിയാണ്. ഞാൻ കോമശ്ശേരിക്കാരനാണെങ്കിൽ തന്നെയും നമ്മുടെ പ്രവർത്തനം അതായത് 1989 മുതൽ കോഴിക്കോട് ദിവസം ഒരു തവണയെങ്കിലും കോഴിക്കോട് എത്താത്ത ദിവസങ്ങൾ കുറവായിരിക്കും. എൻ്റെ അളവിൽ ഇങ്ങനെ ഒരു പരിപാടി നടന്നതായിട്ട് അറിയില്ല. നടന്നിട്ടുണ്ടാവാം. പ്രത്യേകിച്ച് പിന്നെ റബീഉൽ അവ്വലോട് ഓരോ മഹല്ലിൽ പരിപാടി ഉണ്ടാവും. ഇപ്പം നമുക്കറിയില്ല, അത് പിന്നെ മദ്രസയിൽ പരിപാടി ഉണ്ടാവും, അത് ഒറ്റപ്പെട്ട പരിപാടികളുണ്ടാവും. പക്ഷെ ഒരു കൂട്ടമായിട്ടുള്ള ഒരു പരിപാടി, കുറേ കൂട്ടായ്മകൾ രൂപപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നല്ലോ അത്.
ആ പരിപാടി തന്നെ പിന്നെ ഞാനൊരു രസകരമായ സംഭവം ഉണ്ടായി. നമ്മളെ ജാഥ തുടങ്ങുക എവിടെ, നമ്മൾ കപ്പക്കലല്ല, പിന്നെ കോതിപ്പാലത്തിൻ്റെ അവിടെ നിന്നാണ് ആനമാട് അവിടെ വെച്ചാൽ തുടങ്ങുന്നത്. അപ്പോൾ ഏകദേശം 2.5 കിലോമീറ്റർ ഉണ്ട് അവിടുന്ന് ഇങ്ങോട്ട്, 1.5 മണിക്കൂർ സമയം എടുത്തു. 1 മണിക്കൂർ. അപ്പോൾ നമ്മൾ പിന്നെ റാലി തുടങ്ങാൻ വേണ്ടി റാശി ഉൾപ്പെടെ നമ്മളെ വാഹന വണ്ടിയൊക്കെ അവിടെ വന്നല്ലോ. അപ്പോൾ അവിടെ ആരുമില്ല, കുറഞ്ഞ ആളേ ഉള്ളൂ. അസംസ്കാരം കഴിഞ്ഞുകൊണ്ടന്നെ. അപ്പോൾ നമ്മളെ പന്നിയങ്കര പോലീസ് സ്റ്റേഷനിലെ SSB സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ആൾ എന്നെ വന്ന് പരിചയപ്പെട്ടു. അപ്പോൾ ആരോ പറഞ്ഞതാണ് ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പോൾ എന്നെ പരിചയപ്പെട്ടു. ഞാൻ പറഞ്ഞു സുപ്രഭാതത്തിൻ്റെ CEO ആണ്, പിന്നെ ഈ സംഘാടക സമിതിയിൽ എൻ്റെ ചെറിയൊരു ഭാരവാഹിയുമാണ്. അപ്പോൾ അദ്ദേഹം ജാഥ ആരംഭിച്ചിട്ടില്ല, ആളുമില്ല അവിടെ. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, പിന്നെ നിങ്ങൾ ഇവിടെ ഈ സ്ഥലം തിരഞ്ഞെടുക്കാൻ, ജാഥ നടക്കാൻ ഈ സ്ഥലം തിരഞ്ഞെടുക്കാൻ എന്താ കാരണം വെച്ചു. കുറേ വർത്തം വന്നപ്പോൾ അപ്പോൾ പിന്നെ അയാൾ പറഞ്ഞു, കോഴിക്കോട്ട് ഇങ്ങനെ തുടങ്ങിയൊരു റാലി തുടങ്ങുന്ന സ്ഥലം ഇവിടെ നിന്ന് തുടങ്ങിയതായിട്ട് ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ എന്തിനാണ് ഈ ഒരു പിന്നെ ഈ സ്ഥലം തിരഞ്ഞെടുക്കാനുണ്ടാകാറ്? ഒരിക്കലും കാണാറില്ല ഇവിടെ നിന്ന് ഒരു ജാഥ തുടങ്ങിയതായിട്ട്. ഇതൊരു തുടങ്ങി ബീച്ചും തുടങ്ങി അങ്ങനെയാണ് പോകാറുള്ളത്. എന്താണ് ഇതിൻ്റെ ഒരു കാരണം എന്ന് ചോദിച്ചു അദ്ദേഹം. അപ്പോൾ ഇത്ര ആളുണ്ടാകുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു 100-500 താഴേക്ക് ആൾ. ഇവരാർക്കാ ഞങ്ങൾ വലിയ പ്രചരണം നടത്തിയിട്ടില്ല. ഒരു 100-500 ആളിൻ്റെ താഴെയൊക്കെ ഉണ്ടായിക്കൂടായല്ല, ഞങ്ങൾ പരമാവധി ഉദ്ദേശിക്കുന്നത് 500 ആളെയാണ്, അത്ര ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ പറഞ്ഞു. അപ്പോഴാണ് അയാളിത് പറഞ്ഞത്, അതായത് നിങ്ങൾ ഇവിടെ നിന്ന് ജാഥ തുടങ്ങാൻ എന്താ കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ പിന്നെ ഞങ്ങളിപ്പോൾ നബിദിന പരിപാടിയാണ്, അതിൻ്റെ ഒരു റാലിയാണ്. ഞങ്ങളിപ്പോൾ സമീപകാലത്തൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ചെറിയ റാലി തുടക്കം കുറിക്കായി കൊല്ലം മുതൽ. അപ്പോൾ ഇതിലിപ്പോൾ പ്രധാന നബിദിനത്തിൻ്റെ ദിവസം ഇതാണ്. ഈ റാലിയുടെ അടിസ്ഥാന നബിദിനാണല്ലോ. പിന്നെ ഈ നബിദിനത്തിന് വഴിതടസ്സം ഉണ്ടാക്കുന്ന പ്രവാചകൻ്റെ അധ്യാപനത്തിനെതിരാണ് ഈ വഴിതടസ്സം ഉണ്ടാക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ കോഴിക്കോട് സിറ്റിയിൽ വാഹനങ്ങൾക്കോ യാത്രക്കാർക്കോ ഒരിക്കലും അസൗകര്യമില്ലാത്ത ഒരേ ഒരു റോഡ് ഇതാണ് ഞങ്ങൾ കണ്ടത്. ഈ കോതിപ്പാലത്ത് ഈ റോഡാണ്, ആനമാട് ആ ഭാഗത്തുള്ള റോഡാണ്, സൗത്ത് ബീച്ചിൻ്റെ. അപ്പോൾ അവിടുന്ന് പിന്നെ ജാഥ വരുമ്പോൾ ഒന്ന് വിശാലമായ റോഡാണല്ലോ, വിശാലത ഉണ്ട്. മറ്റൊന്ന് കടകൾ ഒരു ഭാഗത്തില്ലല്ലോ, ഒരു ഭാഗത്തെ കടകളുള്ളൂ. അപ്പോൾ ഇനി വണ്ടി പോകുന്നവർക്ക് തടസ്സമല്ല, പിന്നെ ബൈക്ക് പോകുന്നവർക്കോ കാറ് പോകുന്നവർക്കൊന്നും ഒരു തടസ്സവും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പിന്നെ ഇതാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കേണ്ട കാരണം. യാത്രക്കാരും ബുദ്ധിമുട്ടരുത്, നമ്മുടെ ഒരു റാലി കൊണ്ട് ബുദ്ധിമുട്ടാൻ പാടില്ല. പ്രത്യേകിച്ച് പ്രവാചകാധ്യാപനത്തിന് എതിരാണത് വഴി തടസ്സം ഉണ്ടാക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ കോഴിക്കോട് അങ്ങാടിയിൽ ഇതുപോലെ ടൗണിൽ ഇതുപോലെ ജാഥ നടത്താൻ പറ്റിയ വേറൊരു സ്ഥലം ഞങ്ങൾ കാണാത്തത് കൊണ്ടാണ് അതിലേറ്റവും പിന്നെ സ്യൂട്ടായൊരു സ്ഥലം ഈ റോഡാണ്. കാരണം ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല, ഞങ്ങൾ ജാഥ നടത്തുകയും ചെയ്യാം. അതാണ് അദ്ദേഹം എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു, എന്നെ അയാളെ അഭിനന്ദിച്ചു. അങ്ങനെ വളരെ നന്നായി എന്നാണ്. കാരണം പോലീസ് ഓഫീസർ എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ അപ്രീസിയേഷന് വലിയ പിന്നെ സർട്ടിഫിക്കറ്റാണത്. അപ്പോൾ പിന്നെ റാലിയിൽ തടസ്സമൊന്നും ഉണ്ടായില്ലല്ലോ. നമ്മളെ റാലി അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടി, നമ്മൾ ഈ ജാഥ അവിടെ നിന്ന് ആരംഭിക്കുമ്പോൾ അവിടെ 2, 3, 4 ജീപ്പ് പോലീസ് അവിടെ ഉണ്ട്. പക്ഷെ ജാഥ ആരംഭിച്ചപ്പോൾ ഒരു ജീപ്പ് പോലീസാണ് ഉള്ളത്. അവർക്ക് തന്നെ പണിയില്ല. നമ്മളെ വിക്കായുടെ വളണ്ടിയർമാർ കേട്ടോ, പിന്നെ നാട്ടുകാരായ ആളുകളൊക്കെ നിയന്ത്രിക്കാമല്ലോ. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാവുന്ന സമയത്ത് ഞാനീ പറഞ്ഞ 500 പോയിട്ട് 100 ആൾ പോലും ഉണ്ടാവില്ല എന്നാണ് നമ്മളവിടെ നിന്ന് സംസാരിച്ചല്ലോ. ഇപ്പോൾ നമ്മൾ റാഷി നേരത്തെ അവിടെ എത്തിയല്ലോ, നമ്മുടെ വണ്ടി അവിടെ എത്തിയല്ലോ. ഞാൻ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് കുറച്ച് പോയാൽ നമ്മൾ കുറച്ച് 8-10 ആളുകളേ ഉള്ളൂ. അപ്പോൾ ഞാൻ കരുതി ഒരു 100, 150, 200 താഴെ ആളെ ഉണ്ടാവുള്ളൂ എന്നാ. പക്ഷേ ജാഥ 4:45 തുടങ്ങാനാകുമ്പോഴേക്കും എവിടുന്നാണ് ആളുകൾ എത്തിയതാവും. വലിയൊരു പങ്കാളിത്തം ഇതിൽ നമ്മൾ ഈ നബിദിന റാലി ഇപ്പം നടത്തി നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമായി. പക്ഷേ ഈ കോഴിക്കോടിൻ്റെ ഒരു പാരമ്പര്യം, ഇപ്പം നമ്മൾ വന്ന വഴികൾ
ഒരു മുസ്ലിം പോപ്പുലേഷൻ കൂടിയ ഒരു ഏരിയയാണ്. പ്രത്യേകിച്ച് ഈ കോഴിക്കോടിൻ്റെ നമ്മുടെ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് കുറ്റിച്ചിറ ഇതൊരു മുസ്ലിം സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. കോഴിക്കോട് നഗരത്തിൽ തന്നെ ഇപ്പോൾ നമുക്ക് ഒത്തിരി, ഇപ്പോൾ നമ്മൾ മാഷിനെ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് പാളയം മൊയ്തീൻ പള്ളി, പട്ടാളപ്പള്ളി. കോഴിക്കോട്ടെ വളരെ പ്രമുഖമായിട്ടുള്ള പേരും പെരുമയുമുള്ള 2 പള്ളികളാണ് ഈ പള്ളികൾ. അതുപോലെ ഒത്തിരി പള്ളികൾ നഗരത്തിൽ തന്നെ നമ്മൾ ഏകദേശം 10ഓളം പള്ളികൾ ഇത്തരത്തിലെടുത്താൽ ഈ സുന്നി പള്ളികൾ അല്ലാതായി പോയ ഒരു ചരിത്രം കൂടി ഇതിനകത്തുണ്ട്. പക്ഷേ ഇത്തരം റാലികളിലൊക്കെ ഒരു സംയോജിപ്പിച്ച് അടുത്ത വർഷങ്ങളിലൊക്കെ ഇത് കൊണ്ടുവരിക. ഇത് മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ കുറച്ചുകൂടി നേരത്തെ ഇത് തുടങ്ങിയിരുന്നുവെങ്കിൽ ഇതിനെയൊക്കെ തടഞ്ഞു നിർത്താൻ പറ്റുമായിരുന്നില്ലേ? ഒരു സുന്നി സ്ഥാപനങ്ങൾ കയ്യേറുക എന്ന് പറയുന്ന പ്രവണത കൂടി വരുന്ന ഒരു കാലമാണിത്. നമ്മൾ പറയുമ്പോൾ വലിയ സങ്കടമുള്ള ഒരു കാര്യമാണ്. കാരണം കോഴിക്കോടിന് ഒരു പാരമ്പര്യമുണ്ട്, ഒരു പൗരാണികം. ഒന്ന് പിന്നെ വളരെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട് ഇസ്ലാമിനോടൊക്കെ. പ്രഗത്ഭരായ ഒരുപാട് പിന്നെ ആളുകൾ അന്ത്യവിഷമം കൊള്ളുന്ന നമ്മുടെ കോഴിക്കോട്. നമ്മുടെ കോഴിക്കോട് എന്നാണല്ലോ പറയുന്നത്. നമ്മുടെ കോഴിക്കോട്, നമ്മുടെ പ്രിയപ്പെട്ട കോഴിക്കോട്. അതോടൊപ്പം കോഴിക്കോടിൻ്റെ മറ്റൊരു പ്രത്യേകത, കേരളത്തിലെ മുഴുവൻ മുസ്ലിം മത സംഘടനകളുടെയും ആസ്ഥാന നഗരി കോഴിക്കോടാണ്. രാഷ്ട്രീയ പാർട്ടിയുടെയും മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളുടെയും ആസ്ഥാന നഗരി കോഴിക്കോടാണ്. അത് കോഴിക്കോടിൻ്റെ പ്രത്യേകത, ഞാൻ കോഴിക്കോട്ടുകാരനല്ലെങ്കിൽ കോഴിക്കോട് ജില്ലക്കാരനാണെങ്കിൽ തന്നെ നമ്മളെ പൗർവം അറിയാമെന്നോ അങ്ങനെയൊന്നും ധരിക്കണ്ട. നമ്മുടെ കോഴിക്കോട് പിന്നെ ഒരു പാരമ്പര്യമുള്ള നല്ല സമ്പന്നമായ ഒരു സമ്പുഷ്ടമായ ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു വല്ലാത്തൊരു സ്ഥലമാണ് കോഴിക്കോട്. കാരണം പ്രത്യേകിച്ച് സൗഹൃദം, സ്നേഹം, പരസ്പരം സഹകരിച്ചു നീങ്ങുന്ന, ഇവിടെ ഒരു മാറാട് ഒരു സംഭവം ഉണ്ടായി എന്നത് ഒഴിച്ചു നിർത്തിയാൽ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർക്കാൻ പറ്റാത്ത മറ്റ് സഹോദര സമുദായങ്ങളോടുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു മാറാട് അതിനൊരു അപവാദമായിട്ട് നമ്മളെ ചെറുതായി കാണുന്നില്ല. പക്ഷെ അതിനപ്പുറം ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ആ കോഴിക്കോടിൻ്റെ ഈ പാരമ്പര്യം അത് സുന്നത്ത് മതത്തിൻ്റെ പാരമ്പര്യമാണ്. ഇപ്പം പഴയ കാലങ്ങളിൽ വലിയ നബിദിന സമ്മേളനങ്ങൾ, പ്രത്യേകിച്ച് കുറ്റിച്ചിറയൊക്കെ വലിയ നബിദിന ആഘോഷങ്ങൾ നടന്നിരുന്നു. അതാണല്ലോ റാഷി നേരത്തെ സൂചിപ്പിച്ച ഈ മൊയ്തീൻ പള്ളി സുന്നിപ്പള്ളിയായിരുന്നു. സുന്നിപ്പള്ളിയാണ്, പക്കാ സുന്നിപ്പള്ളി. പക്ഷെ അത് ഇപ്പോഴത്തെ തലമുറക്ക് അറിയില്ല. സുന്നിപ്പള്ളി അറിയില്ല. ആ സുന്നിപ്പള്ളി മാത്രമല്ല, ആ പള്ളി ഞാൻ മുമ്പൊരു നബിദിന നോട്ടീസ് കണ്ടു. യെസ്, അതാ ഞാൻ പറയുന്നത്. അതായത് നബിദിന സമ്മേളനങ്ങൾ പിന്നെ മൊയ്തീൻ പള്ളിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. വലിയ നബിദിന സമ്മേളനം. എനിക്ക് തോന്നുന്നു ആ നോട്ടീസ് CH മുഹമ്മദ് സാഹിബ് ഉൾപ്പെടെയുള്ളവരൊക്കെ പങ്കെടുത്തതായിട്ട് അതിൽ ഞാൻ ഓർക്കുന്നുണ്ട്. അത്രയേറെ അതന്നെയാണ് കണ്ടത്. നബിദിന സമ്മേളനം നടക്കുന്ന ആ വലിയ പരിപാടി അത് ടൗൺ ഹാളിൽ വെച്ചാണ് നബിദിന സമ്മേളനം. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ലഭ്യമാണ് ആ നോട്ടീസ്. അപ്പോൾ ആ ഒരു പാരമ്പര്യം ഇവിടെ ഉണ്ട്. അവിടെ റാത്തീബ് ഖാൻ ഉണ്ടായിരുന്നു. റാത്തീബ് ഉണ്ടല്ലോ, റാത്തീബ്. ആ റാത്തീബ് ഖാൻ ഉണ്ടായിരുന്നു ഇന്നത്തെ മൊയ്തീൻ പള്ളിയിൽ. റാത്തീബ് ചൊല്ലാണ്. അപ്പോൾ മൊയ്തീൻ പള്ളി എന്ന് പേരിട്ടത് എന്താ കാരണം? റാഷി പറ. എനിക്കറിയില്ല. മൊഹീദ്ദീൻ പള്ളി, മൊഹീദ്ദീൻ, അതാണ് മൊയ്തീൻ പള്ളി. എൻ്റെ നാട്ടിലുള്ള മുണ്ടുപാറ ജുമാഅത്ത് പള്ളിയുണ്ട്, അതിൻ്റെ പേര് മൊഹീദ്ദീൻ ജുമാഅത്ത് പള്ളി എന്നാണ്. കാരണം അങ്ങനെ ഒരുപാട് സ്ഥലത്ത് മൊഹീദ്ദീൻ ജുമാഅത്ത് പള്ളി, മൊഹീദ്ദീൻ അന്ന് പള്ളികൾക്കൊക്കെ പേരിടുന്ന ആ ഒരു മൊയ്തീൻ ഷേഖിൻ്റെ പേരുമായി ബന്ധപ്പെട്ടു. അപ്പോൾ ആ പള്ളിയിൽ നടന്നിരുന്ന റാത്തീബ് ഖാന, അതോടൊപ്പം തന്നെ ഈ മൗലിദ് പരിപാടികൾ, അതൊക്കെ പിൽക്കാലത്ത് നഷ്ടപ്പെട്ടു പോയി. ഇതന്നെ പട്ടാളപ്പള്ളി. കോഴിക്കോട്ടെ ഒരുപാട് പള്ളികൾ അതൊക്കെ ഇല്ലാതെയായിപ്പോയി. നമ്മളാരെയും കുറ്റപ്പെടുത്തുന്നതിലൊന്നും കാരണം അങ്ങനെ കുറ്റപ്പെടുന്ന കാര്യമില്ല. പക്ഷെ നമുക്ക് അതിൻ്റെ പിറകിൽ ഒരു സമ്പത്ത് താല്പര്യമാണോ, അല്ലെങ്കിൽ ആധിപത്യത്തിൻ്റെ ഒരു താല്പര്യമാണോ? ഇപ്പോൾ നമ്മുടെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ ഈ പള്ളി നമ്മുടെ കയ്യിൽ വേണം. ഇനി അതല്ല, ഈ പള്ളിക്ക് ഇത്ര വഖഫ് സ്വത്തുകളുണ്ട്, അല്ലെങ്കിൽ ഇത്ര ആസ്തികളുണ്ട്, അത് നമുക്ക് വേണം. അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവില്ല. എന്തായിരിക്കും നമ്മുടെ ആ താല്പര്യം? അതിൽ താല്പര്യം നമ്മുടെ സമുദായത്തിനകത്തേക്ക് 1900 മുതൽ അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭഘട്ടം മുതൽ കടന്നു വന്ന ബിദ്അത്തിൻ്റെ കക്ഷികൾ, നമ്മളവരെ മുജാഹിദ് ജമാഅത്ത് എന്നൊക്കെ പറയുന്ന ആ കക്ഷികൾ, അതിൻ്റെ പ്രവർത്തനം വന്നപ്പോൾ നമ്മുടെ ഈ കോഴിക്കോടും ഒക്കെ അതിൻ്റെ പ്രവർത്തനം നടന്നിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ ഒന്ന് നമ്മൾ കോഴിക്കോട് സിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ മൊയ്തീൻ പള്ളി എന്ന സത്യത്തിൽ അറിയോ? മൊയ്തീൻ പള്ളി
ബാഫക്കി തങ്ങളുടെ നേതൃത്വത്തിലാണ് അത് പുനർനിർമ്മാണം നടന്നത്. ബാഫക്കി തങ്ങളുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യത്തെ ജുമുഅ നടന്നപ്പോൾ കണ്ണീരോട് കൂടിയാണ് അത്ര ബാഫക്കി തങ്ങളെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അത് പരിഭാഷയുള്ള ജുമയായിരുന്നു, പരിഭാഷയല്ല മലയാള ഭാഷയിലുള്ള ജുമയായിരുന്നു. പള്ളിയിൽ നിന്ന് കണ്ണീരോട് തങ്ങൾക്ക് അതിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു. പ്രതിഷേധം വലിയ ബഹളമൊക്കെ ആയിട്ടുണ്ട്, വലിയ ബഹളമായിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ മാത്രമല്ല, മൊയ്തീൻ പള്ളി ഇപ്പോൾ കോഴിക്കോടിൻ്റെ ഒരു ഐക്കൺ എന്ന് പറയുന്നത് മൊയ്തീൻ പള്ളിയാണ് അല്ലേ? മൊയ്തീൻ പള്ളി കാരണം ഒരു മുസ്ലിം ഐക്കൺ നമുക്ക് പറയാൻ പറ്റുന്ന. മിഷ്കൽ പള്ളിയൊക്കെ ഉണ്ട്, പള്ളിയൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യം ഇറങ്ങുന്ന ഹാർട്ട്, കോഴിക്കോടിൻ്റെ ഹാർട്ടിൽ നമ്മൾ ആദ്യമായി കാണുന്നത് മൊയ്തീൻ പള്ളി. പഴയ നഗരം പാളയാണ്, പാളയ വെച്ചാൽ. അതുപോലെ തന്നെ അവിടെ ഇപ്പോൾ പട്ടാളപ്പള്ളി, അങ്ങനെ തുടങ്ങി കുറേ പള്ളികൾ. ഇപ്പോൾ ഈ ഷാദുലി പള്ളിയില്ലേ, നമ്മുടെ സംസ്ഥ ഓഫീസിനോട് ചേർന്നല്ലേ ഷാദുലി പള്ളി എന്ന് പേര് വന്നത് എന്തുകൊണ്ടാണ്? ഷാദുലി ഇമാം. അതെ, അതൊരു പിന്നെ അവരുടെ ഒരു മഖാമുണ്ട് അവിടെ, അതിന് തൊട്ട് ചേർന്നിട്ട്. അപ്പോൾ നമ്മുടെ ഈ കുറേ പള്ളികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇത് ഈ അന്നൊക്കെ മൗലിദുകൾ വളരെ സജീവമായിരുന്നു അത്ര. പഴയ ആ കാലഘട്ടത്തിൽ എല്ലാ പള്ളികളിലും മൗലിദുകൾ, റാത്തീബുകൾ, സുന്നത്ത് മതത്തിൻ്റെ ആചാരങ്ങളോ അതൊക്കെ പിൽക്കാലത്ത് നഷ്ടപ്പെട്ടു പോയി. ഈ സമസ്തയൊക്കെ രൂപം കൊള്ളുന്നതിനൊക്കെ മുൻപേ ഈ ആശയങ്ങൾ വന്നിട്ട് രൂപപ്പെട്ടത് ചേട്ടുണ്ട്. ഒന്ന് സമസ്ത എന്ന് പറയുമ്പോൾ ഒന്ന് അങ്ങനെ ഒരു കുരുട്ട് ചിന്തിക്കുന്ന ആളുകളല്ല. സമസ്തയുടെ ഉസ്താദുമാരാവട്ടെ, അതുമായി ബന്ധപ്പെട്ട വേണമെങ്കിൽ ഓരോ സാധുക്കൾ എന്ന് പറയാം, പാവങ്ങൾ, ഒരു കുരുട്ടിലോ അങ്ങനെ എന്തെങ്കിലും കുതന്ത്രോ അതൊന്നും അറിയുന്ന ആളുകളല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്നൊക്കെ വളവന്മാർക്ക് ഇതൊക്കെ ദുരുപയോഗം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ പള്ളികൾ നമ്മൾ നഷ്ടപ്പെട്ടു. അതോടുകൂടി ഇത് ആചാരങ്ങളൊക്കെ പോയല്ലോ. പിന്നെ ഇതിൻ്റെ പരിപാടി, മൗലിദ്, പിന്നെ ഇതൊക്കെ വളരെ മുഖരിതായിരുന്നു ഇവിടെ. അപ്പോൾ ആ പാരമ്പര്യം നമ്മുടെ ഈ കോഴിക്കോട് നിന്ന് മെല്ലെ മെല്ലെ നഷ്ടപ്പെട്ടു പോയി. അത് നമുക്ക് പിന്നെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റുള്ളൂ. കാരണം അതിലൊക്കെ ആ പഴയ ആളുകൾ ചെയ്ത ആ കർമ്മങ്ങളിലൊക്കെ വലിയ 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 പ്രത്യേകത ഉണ്ട്. നമ്മളതൊക്കെ തിരിച്ച് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട് നമ്മൾ പുതിയൊരു സംവിധാനത്തിന് വരും വർഷങ്ങളിലും അത് വരും വർഷം നമ്മൾ നടത്തണം. അത് നാട്ടുകാരായാൽ നടത്തണം. കുറേ ആളുകളൊക്കെ ഉമറാക്കളായ ആളുകളൊക്കെ വരാൻ ഇന്നലത്തെ പരിപാടിക്ക് അതുകൊണ്ടാണ് ജയിച്ചത്. അത് നമ്മൾ കോഴിക്കോട് പറയുമ്പം കണ്ണൂരിൽ SKSF-ന്റെ ഒരു പരിപാടിയും ഇതേപോലെ വലിയ ആൾക്കൂട്ടങ്ങൾ കൊണ്ട് ഇന്നലത്തെ പരിപാടി ഭയങ്കര വിജയമായി. എല്ലാ കാലത്തും പരിപാടി ഗംഭീരമായി നടക്കുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. സുന്നത്തമാനത്തിൻ്റെ ആ ചടുലമായ പ്രവർത്തനങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നേ പറ്റുള്ളൂ. അതിലൊക്കെ ഒരു അസറുണ്ട്. അതിലൊരു ഒരു ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അതിലൊന്നും പാടില്ല. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പാടില്ല. അതിൽ എന്തിനാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്? അതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ നമ്മളെ പള്ളികളൊക്കെ ഇപ്പം നമുക്ക് കുറേ നഷ്ടപ്പെട്ടു. ഇനിയെങ്കിലും ആ പള്ളികളൊക്കെ ഇനിയുള്ളതെങ്കിലും സംരക്ഷിക്കാൻ നിലവിലുള്ള സുന്നത്ത് മതത്തിൻ്റെ ആളുകൾക്ക് കഴിയേണ്ടതുണ്ട്. അത് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നോന്ന് ഗൗരവത്തിൽ എല്ലാം ചിന്തിക്കേണ്ട. അതൊക്കെ ഒരു മെസ്സേജ് കൂടിയാണ് ഇന്നലത്തെ നമ്മുടെ പരിപാടി. അപ്പോൾ ആ പരിപാടിയുടെ വൈബിൽ ആ കഴിഞ്ഞ ശേഷം ഒരുപാട് ആളുകൾ വന്നു പറഞ്ഞു. പക്ഷേ അത് അടുത്ത കൊല്ലം ഇതിന് ഒന്ന് പിന്നെ പ്രത്യേകിച്ച് മുത്തുനബിനോടുള്ള ഒരു സ്നേഹം ആളുകൾക്ക് എന്ത് പറഞ്ഞാലും മൗലിദ് ആഘോഷം ഓരോ കൊല്ലം ചെല്ലുന്തോറും ശക്തി കൂടുക അല്ലേ? തീർച്ചയായും. കാരണം നമ്മൾ ഇന്നലെ ആ സദസ്സിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ അവിടെ ആ ഒരു ഇഷ്ക് മജ്ലിസ് ഉണ്ടായല്ലോ, അല്ലെങ്കിൽ ആ ഒരു ബൈത്ത് മൗലിദൊക്കെ ചെല്ലുന്ന നമ്മളത് നമ്മളിങ്ങനെ കേട്ടിരിക്കുമ്പോൾ തന്നെ നമ്മളതിങ്ങനെ അതിൽ ലയിച്ച് നിൽക്കുക. ഞാൻ കൺസോളിലാണ്, നമ്മുടെ ലൈവ് സംബന്ധമായിട്ട് കൺസോളിലിരിക്കുക. നമ്മളൊരു വേള നമ്മൾ അതിലങ്ങ് ലയിച്ചു പോവാണ്. കാരണം അവിടെ എത്തുന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു 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 മാനസികാവസ്ഥയിലേക്ക് വരുമ്പം നമ്മളൊരു നോമ്പിനെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്ന മനസ്സുപോലെ ഈ റബീഉൽ അവ്വലിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ ഒരു മനസ്സിങ്ങനെ നമ്മളറിയാതെ പാകപ്പെട്ടു പോവാണ്. അപ്പോൾ ഇത്തരം മജ്ലിസുകൾ അതിന് വലിയ ഉപകാരം ഉണ്ടാക്കുന്നുള്ളതാണ്. അതെ. നമ്മളിപ്പോൾ ഇന്നലത്തെ പരിപാടിയുടെ ഒരു പ്രത്യേകത, നമ്മൾ പെട്ടെന്ന് അസുഖം ചെയ്താണെങ്കിൽ തന്നെയും നമ്മൾ കൂടെ പ്രസംഗത്തിനേക്കാൾ ഉപരി മൗലിദിനാണ് പറയുന്നത്. സംസാരം അവിടെ നടന്നിട്ടില്ല, സംസാരം കുറവായിരുന്നു. സയ്യിദുൽ ഒരു മണിക്കൂർ പ്രസംഗം, ഒരു മണിക്കൂറിലധികം എന്താ സയ്യിദുൽ പ്രസംഗം. അത് ശരിക്ക് ഈ വിഷയങ്ങൾ ഒരു ക്ലാസ് എടുക്കുന്ന പോലെ തന്നെയാണ് സയ്യിദുൽ പ്രസംഗം ഉണ്ടായത്. അത് തന്നെ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. വേറെ പ്രസംഗങ്ങൾ, വേറെ വലിയ പ്രഭാഷകരൊന്നും നമ്മൾ അതെ, നമ്മൾ 5:30-6 മണിക്ക് നമ്മുടെ ക്യാമ്പസിൽ എത്തിയല്ലോ. പിന്നെ മൗലിദ് തന്നെ മഗ്രിബിൻ്റെ ശേഷം പിന്നെ പിരിയുന്ന സമയത്ത് പിന്നെ നമ്മൾ കണ്ടൊരു പ്രത്യേകത,
പിന്നെ ആ വന്നിരുന്ന ആളുകളിൽ ആരും എഴുന്നേറ്റ് പോയില്ല, എഴുന്നേറ്റ് പോയില്ല. കാരണം ഇത് 4 മണിക്ക് വന്ന ആളുകളാണ്. 9:30 മണിക്ക് നമ്മൾ അവസാനിക്കുന്നത്. എത്ര മണിക്കൂർ ഓടിച്ചു? 5-6 മണിക്കൂറായി. 5.5 മണിക്കൂർ. ഇന്നത്തെ ആളുകൾ പോയില്ല. അപ്പോൾ ഒരു വല്ലാത്തൊരു ഒരു ആത്മീയമായ വല്ലാത്തൊരു പിന്നെ ഒരു പവറ് നമുക്ക് കിട്ടിയ ഒരു വല്ലാത്ത വൈകാരികമായ ഒരു സദസ്സായിരുന്നു അത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചർച്ച അവസാനിപ്പിക്കുമ്പം ഇതിൻ്റെ ഒരു തുടർച്ച ഓരോ നാടുകളും, ഇനിയിപ്പോൾ റബീഉൽ അവ്വൽ 12 വരികയാണ്, ഓരോ നാടുകളും അത് ഏറ്റെടുത്ത് അവർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ അത് ആ രീതിയിൽ അവർക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് അവരോടും ഈ ഒരു സംഭാഷണം അവസാനിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. അതെ. അതിന് മിക്ക പല സ്ഥലങ്ങളും ഇത് ഇപ്രാവശ്യം റബീഉൽ അവ്വൽ കുറച്ചുകൂടെ പൊലിമ കൂടും. ഒന്ന് ഞാൻ പറഞ്ഞ 1500, മറ്റേ 100, ഈ 2 വ്യത്യാസം. അതോടൊപ്പം തന്നെ പൊതുവിൽ ആളുകൾക്ക്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കൊക്കെ ഒരു ദീനോട് സുന്നത്തെ മുത്തുനബിയോടുള്ള ഒരു വല്ലാത്തൊരു മഹബത്ത്. ഇതൊക്കെ സമീപകാലത്ത് നമ്മൾ കുട്ടികളൊക്കെ ചെറുപ്പക്കാരൊക്കെ വളരെ മോശമായ രീതിയിലാണെങ്കിൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും നല്ലൊരു ശതമാനം ഈ ഒരു വിഷയത്തിൽ അവർ സമർപ്പിതരാ. ഇന്നലെ തന്നെ നമ്മൾ ഫണ്ട് ചോദിക്കാതെ ആളുകൾ ഇങ്ങോട്ട് കൊണ്ടുതരിക നമ്മുടെ പരിപാടിക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഒരാഴ്ച ഇന്നലെ നല്ല സംഖ്യ ചെലവുണ്ട്. കുറച്ചൊന്നും നമ്മൾ പന്തൽ സൗകര്യം ഇതൊക്കെ ചെയ്തില്ലേ. അപ്പം അതിനൊക്കെ ആളുകൾ നമ്മൾ ചോദിച്ചതല്ല. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇതിൽ നമ്മളിത് ആലോചിച്ചപ്പോൾ ഇതിൻ്റെ സംഘാടകർ തന്നെ എല്ലാവരും വലിയ സംഘാടകരും കൂടി സംഭവം, അത് വലിയ പ്രത്യേകത. പിന്നെ ഇന്നലത്തെ ആ പരിപാടിയിൽ നേതൃരംഗത്തുണ്ടായിരുന്നു, അതായത് ഇതിന് സംഘാടകരായിട്ടുണ്ടായിരുന്നു ഒരു 8-10 ചെറുപ്പക്കാരായ സയ്യിദന്മാരാണ്. ചെറുപ്പക്കാരായ തങ്ങളുട്ടികളാണ് ഇതിൻ്റെ നേതൃരംഗത്തുണ്ടായത്. അപ്പോൾ ജമലുത്തങ്ങൾ ആളിയാർ അതോടൊപ്പം ഒരു 5-8 സയ്യിദന്മാരായ ആളുകൾ, പിന്നെ കുറച്ച് ഉമറാക്കൾ, പുതിയ ഉമറാക്കൾ, കോഴിക്കോടുള്ള ദീനി രംഗത്തുള്ള ആളുകളാണ്. പക്ഷേ സാമ്പത്തികമായി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാതെ കുറേ ഉമറാക്കൾ നമുക്കറിയാം. അപ്പോൾ നമ്മുടെ കോയാജി, മജീദാജി അങ്ങനെ തുടങ്ങിയ അവർക്കൊരു അവസരം മാത്രമല്ല, അവർ അങ്ങനെ പുതിയ ഉമറാക്കൾ വരട്ടെ. ഇനി അടുത്ത കൊല്ലത്തെ റബീഉൽ അവ്വൽ പിന്നെ ഇങ്ങോട്ട് ചോദിക്കും ആളുകൾ, ആ കോലത്തിൽ നമ്മളെ നടത്തി. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമുക്ക് വലിയ വേറെ നമുക്കും കിട്ടിയ ഒരു ഊർജ്ജം, ഒരു പവർ. ഏതായാലും നമ്മൾ ഈ ഒരു ചർച്ച ഇവിടെ പൂർത്തിയാക്കുമ്പം ഒരു വലിയൊരു സന്തോഷം, നമ്മൾ ഒരു ആശങ്കയുടെ മുഖത്ത് നിന്ന് തുടങ്ങിയൊരു പദ്ധതി വലിയൊരു സന്തോഷത്തോടു കൂടി സമാപിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും പ്രേക്ഷകരോട് പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ ഒരു പോഡ്കാസ്റ്റ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്നലത്തെ ആ ഒരു പരിപാടി വരും വർഷങ്ങളിലും വളരെ സജീവമായിട്ട് നടത്താൻ നമുക്ക് സാധിക്കും. അതിന് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചാൽ കഴിയും. ഇനി പറഞ്ഞതുപോലെ തന്നെ റബീഉൽ അവ്വൽ 12 വരാൻ പോവുകയാണ്. അതുവരെയും ആ ദിവസവുമൊക്കെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ നാടുകളിൽ നമ്മളതിനെ സജീവമാക്കി നിർത്തുക എന്ന സന്ദേശമാണ് ഈ ഒരു ചർച്ച കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പൂർണ്ണമാകുന്നു. എന്നോടൊപ്പം ഉണ്ടായിരുന്നത് മുസ്തഫ മാഷ് കൊണ്ട് പറയുകയാണ്. നന്ദി.